ക്രിസ്ത്യാനികളുടെ ദാരിദ്ര്യം മുതലെടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് മതം മാറ്റുക എന്നൊരു പരിപാടി കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇല്ലാന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് ഈ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ മുഴുവനും എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ മറുപടി പറയണം. FCRA ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ് എന്നതാണ് ബേസിക്കലി പറഞ്ഞു വരുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ആദ്യത്തെ ഗുണം BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. ആസ് പെർ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്ന ഒരു മനുഷ്യനാണ് സ്നാനമേറ്റ് ക്രിസ്ത്യാനിയായി ജീവിക്കാനായിട്ടുള്ള യോഗ്യതയുള്ളത്. അല്ലാതെ വിശപ്പ് മാറ്റാൻ ഭക്ഷണത്തിന് വേണ്ടി ക്രിസ്ത്യാനി ആവുന്നവനെ ക്രിസ്തു പോലും അംഗീകരിക്കില്ല. അങ്ങനെ മതം മാറ്റാൻ കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം എന്നാണോ മതനേതാക്കന്മാരെ നിങ്ങൾ പറയുന്നത്? ക്രിസ്തു പോലും നിങ്ങളുടെ ഈ വാദം അംഗീകരിക്കില്ലല്ലോ. ഇതാണ് സത്യത്തിൽ ഈ ക്രിസ്ത്യൻ സഭകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇത് ക്രിസ്ത്യാനിയെ ബാധിക്കുന്ന വിഷയമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ ബാധിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. വ്യാപകമായി നടന്നിങ്ങനെ മതം മാറ്റം പോലുള്ള കാര്യങ്ങൾ അനധികൃതമായി ചെയ്യുമ്പോൾ, നേരായ രീതിയിൽ അല്ലാതെ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ മറ്റ് മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ എതിർക്കുകയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യവും ഇല്ലാതെ അവനവന്റെ കാര്യം നോക്കി ചന്തയ്ക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കായിരിക്കും അടി കിട്ടുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ കാരണം മാറി അടി കിട്ടി എത്ര ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ട്? ഇലക്ഷൻ ചർച്ചകൾ ഒരു സൈഡിൽ ചൂട് പിടിക്കുമ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധമില്ലാത്തതാണ് എന്ന രീതിയിൽ വലിയൊരു വിവാദം ഇവിടെ നല്ല രീതിയിൽ കൊഴുക്കുന്നുണ്ട്. എന്താണ് ആ വിവാദം? അത് FCRA ബില്ലാണ്, വിദേശ ഫണ്ട് നിയന്ത്രണ നിയമം. അതിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ചില മാറ്റങ്ങൾ ചിലരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. ഈ ചിലരിൽ ഏറ്റവും പ്രാഥമികമായി ഉൾപ്പെടുന്നത് ചില ക്രൈസ്തവ സംഘടനകളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മത നേതാക്കന്മാരായിട്ടുള്ള സഭകളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. ക്രിസ്ത്യാനികൾ സത്യത്തിൽ ഇവിടെ പകച്ചു നിൽക്കുകയാണ്. FCRA ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെയാണ് എന്നതാണ് ബേസിക്കലി പറഞ്ഞു വരുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ആദ്യത്തെ ഗുണം BJPക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറി വരുന്ന ഈ അവസരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള വ്യക്തികൾ, നിങ്ങൾ സഭകളെയും സഭാ നേതാക്കന്മാരെയും മാറ്റി നിർത്തിക്കോളൂ, ക്രിസ്ത്യൻ വിശ്വാസികളായ വ്യക്തികൾ ഇവിടെ നേരിടേണ്ടി വന്നത് നിലനിൽപ്പിനെ ബാധിച്ച ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിലൊന്നാണ് മുനമ്പം വിഷയം. മറ്റൊന്ന് ക്രിസ്ത്യൻ സ്കൂളുകളിൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട് മതസംഘടനകളുടെ പേരിൽ ഉണ്ടായ വിഷയം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ടായപ്പോൾ അവരോടൊപ്പം കട്ടയ്ക്ക് നിന്നത് BJP ആണ് എന്നതുകൊണ്ട് മാത്രം BJPക്ക് ഇനി വോട്ട് ചെയ്യാം, ഇടതും വലതും നമ്മളോടൊപ്പം അല്ല എന്ന് കുറെ ക്രിസ്ത്യാനികൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിയുന്നു. ഇത് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഈ ക്രിസ്ത്യാനികളെ മറിച്ച് ചിന്തിപ്പിക്കാനുള്ള രീതിയിൽ പ്രചോദിപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നരേന്ദ്രമോദിയും BJPയും ക്രിസ്ത്യാനികൾക്കെതിരെയാണ്. അവരിവിടെ ഇതൊക്കെ പറയുമെങ്കിലും കേന്ദ്രത്തിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള സംഗതികളാണ് അവർ ചമച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് മത നേതാക്കന്മാരോടല്ല, എന്നെ പോലെ സാധാരണക്കാരായ ക്രിസ്തു മതവിശ്വാസികളോടാണ്. സഭാപരമായി എല്ലാവരും ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിലും ബേസിക്കലി നമ്മളൊക്കെ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ എന്ന് തന്നെയാണല്ലോ. FCRA നിയമത്തിൽ വന്ന ഭേദഗതി യഥാർത്ഥത്തിൽ നമുക്കെതിരാണോ? ഇവരൊക്കെ പറയുന്നത് പോലാണോ? എന്താണ് ആ ഭേദഗതി? പറയുന്നത് ഞാനൊന്ന് വായിക്കാം. സ്വത്ത് പിടിച്ചെടുക്കൽ. വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്വത്തുക്കളുടെ മേൽ സർക്കാരിന് കൂടുതൽ നിയന്ത്രണം ലഭിക്കും. ഒരു സംഘടനയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ കാലാവധി കഴിയുകയോ ചെയ്താൽ ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ നിയമിക്കും. രജിസ്ട്രേഷൻ റദ്ദാക്കൽ. 5 വർഷത്തെ കാലാവധി കഴിയുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ പുതുക്കിയില്ലെങ്കിൽ അത് സ്വയം റദ്ദാക്കപ്പെടും. നിർബന്ധിത ആധാർ. സംഘടനയുടെ ഭാരവാഹികൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കുന്നത് തുടരുകയും കൂടുതൽ കർശനമാക്കുകയും ചെയ്യും. ഉപയോഗ നിയന്ത്രണം. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന പണം മറ്റ് സംഘടനകൾക്ക് കൈമാറാൻ, അതായത് സബ് ഗ്രാന്റിംഗ് പാടില്ല എന്ന നിയമം കൂടുതൽ ശക്തമാക്കും. ഇതിനകത്ത് ഏത് ഭാഗമാണ് ക്രിസ്ത്യാനികളെ എതിർക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയത്? സത്യസന്ധമായി നിങ്ങളൊന്ന് പറയൂ. ഞാൻ ഈ വായിച്ച കാര്യത്തിൽ ഏത് ഭാഗമാണ് ക്രിസ്ത്യാനികളെ എതിർക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ടോട്ടൽ ഇന്ത്യയില് ചാരിറ്റി സ്ഥാപനങ്ങൾ നടത്തുന്നത് ക്രിസ്ത്യാനികൾ മാത്രമൊന്നുമല്ല. ഒരുപക്ഷെ തുടങ്ങിയത് നിങ്ങളായിരിക്കാം. എന്നാൽ എല്ലാ മതസംഘടനകൾക്കും ഈ ഒരു വശമുണ്ട്. എല്ലാ മതസംഘടനകളും ചില രാഷ്ട്രീയ പാർട്ടികളും ചില വ്യക്തികളും തന്നെ ചാരിറ്റി സ്ഥാപനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അവർക്കൊക്കെയും വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കണമെങ്കിൽ FCRA നിയമപ്രകാരം മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഏത് മതവിഭാഗത്തിൽപ്പെട്ട, ഇനി മതമില്ല എന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത ഒരു മനുഷ്യനാണെങ്കിലും FCRA നിയമപ്രകാരം മാത്രമേ വിദേശത്ത് നിന്നും ഫണ്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അത് കൃത്യമായി ചെയ്തിരിക്കണം എന്നതാണ് ഈ നിയമം കൊണ്ടുണ്ടാവുന്ന മാറ്റം. അതായത് ഒരു സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ് ഞങ്ങൾ ഈ വിദേശത്തു നിന്നുള്ള ഫണ്ട് എടുക്കുന്നത് എന്നാണ് ഗവൺമെന്റിനെ ബോധിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ ഫണ്ട് സ്വീകരിച്ച് ആ കാര്യങ്ങൾ നടത്തി കാണിച്ചിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വഴി ഇനി മുതൽ ചോദ്യം വരും. ആ ഫണ്ട് എത്തി, പക്ഷേ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല, പകരം നിങ്ങൾ ആ ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു?
ഈ ചോദ്യത്തിന് ഒരു ഉത്തരം അവർ നൽകണം. ഞങ്ങൾ വക മാറ്റി ചിലവഴിച്ചത് ഇന്നതിനാണ്, എന്നിട്ട് ഇന്നതിനാണെന്ന് പറയുമ്പോൾ അതും കാണിച്ചു കൊടുക്കണം. അത് പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാകാൻ പാടില്ല. മതം മാറ്റാനായിട്ട് ഈ പണം ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് സത്യത്തിൽ ക്രൈസ്തവ മത നേതാക്കന്മാരെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു സംഗതി. ഇവിടെ ആളുകളെ പാൽപ്പൊടി കൊടുത്ത് മതം മാറ്റുന്നു എന്നൊരു പ്രയോഗം തന്നെയുണ്ടല്ലോ. ആളുകളുടെ ദാരിദ്ര്യം മുതലെടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് മതം മാറ്റുക എന്നൊരു പരിപാടി കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇല്ലാന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് ഈ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ മുഴുവനും എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ മറുപടി പറയണം. ഇങ്ങനെയല്ല ഉണ്ടായതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ആസ് പെർ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്ന ഒരു മനുഷ്യനാണ് സ്നാനമേറ്റ് ക്രിസ്ത്യാനിയായി ജീവിക്കാനായിട്ടുള്ള യോഗ്യതയുള്ളത്. അല്ലാതെ വിശപ്പ് മാറ്റാൻ ഭക്ഷണത്തിന് വേണ്ടി ക്രിസ്ത്യാനി ആവുന്നവനെ ക്രിസ്തു പോലും അംഗീകരിക്കില്ല. അങ്ങനെ മതം മാറ്റാൻ കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം എന്നാണോ മതനേതാക്കന്മാരെ നിങ്ങൾ പറയുന്നത്? ക്രിസ്തു പോലും നിങ്ങളുടെ ഈ വാദം അംഗീകരിക്കില്ലല്ലോ. ഇത് ക്രിസ്ത്യാനികൾക്കെതിരാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഫണ്ട് വാങ്ങി മറ്റൊരു വ്യക്തിയെ മതം മാറ്റണമെന്നുണ്ടോ? അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെങ്കിൽ അത് വ്യാപകമായി പ്രവർത്തിച്ചോട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്ത്യയിൽ എല്ലാ വ്യക്തിക്കും സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. ആ സ്വന്തം ഇഷ്ടപ്രകാരത്തിനുള്ള കാരണം എന്താണ്? ആ കാരണം സ്വന്തം ഇഷ്ടമായിരിക്കണം. അല്ലാതെ വിശപ്പിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, മറ്റു പലതിനും വേണ്ടി മതം മാറുക എന്നത് ന്യായമല്ല. അത് ക്രിസ്ത്യാനി ചെയ്താലും, സിഖുകാരൻ ചെയ്താലും, മുസ്ലിം ചെയ്താലും, ഇനി ഹിന്ദു ചെയ്താലും ചോദിക്കണം. ഇവിടെ ചോദിക്കുന്നുണ്ട്, അതിനിവിടെ നിയമമുണ്ട്. ഇതാണ് സത്യത്തിൽ ഈ ക്രിസ്ത്യൻ സഭകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇത് ക്രിസ്ത്യാനിയെ ബാധിക്കുന്ന വിഷയമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ ബാധിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. വ്യാപകമായി നടന്നിങ്ങനെ മതം മാറ്റം പോലുള്ള കാര്യങ്ങൾ അനധികൃതമായി ചെയ്യുമ്പോൾ, നേരായ രീതിയിൽ അല്ലാതെ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ മറ്റ് മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ എതിർക്കുകയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ അവനവന്റെ കാര്യം നോക്കി ചന്തയ്ക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കായിരിക്കും അടി കിട്ടുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ കാരണം മാറി അടി കിട്ടി എത്ര ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ട്? നോർത്തിൽ നടക്കുമ്പോൾ ഒക്കെ ഈ ഭീഷണി ഉള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചിന്തിക്കുക, സത്യത്തിൽ ഇങ്ങനൊക്കെ ഫണ്ട് വാങ്ങിച്ച് മതം മാറ്റം നടത്തുന്ന മത നേതാക്കന്മാരാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നിൽക്കുന്നത്, അല്ലാതെ കേന്ദ്ര സർക്കാരല്ല. നമുക്കിവിടെ സമാധാനപരമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല. ഉറപ്പായും ഒരു ക്രിസ്ത്യാനി അവനവന്റെ വിശ്വാസത്തെ പറ്റി സംസാരിക്കണം. ക്രിസ്തു അങ്ങനെ ഒരു ചുമതല എല്ലാവർക്കും തന്നിട്ടുണ്ട്. സംസാരിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ പാൽപ്പൊടി കൊടുത്ത് മതം മാറ്റാനല്ല. സംസാരിച്ചിട്ട് അവൻ വിശ്വസിച്ച് അവന് ക്രിസ്തുവാണ് രക്ഷകൻ എന്ന് തോന്നി അവനായിട്ട് വന്നാലാ മാത്രമേ അയാൾ ക്രിസ്ത്യാനി ആവുള്ളൂ. അങ്ങനെ ക്രിസ്തു പോലും അംഗീകരിക്കുള്ളൂ. ഇനി ഈ ഫണ്ടൊക്കെ വന്നിട്ട് ഇതുവരെ വന്ന ഫണ്ടുകൾ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ ഈ സ്വത്ത് പിടിച്ചടക്കൽ എന്ന് പറയുന്നുണ്ടല്ലോ, ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ എങ്ങനെയാണ് റദ്ദാക്കപ്പെടുന്നത്? മുമ്പുള്ളതാണ് ഈ നിയമങ്ങളൊക്കെ. ഇത് പരിഷ്കരിച്ചിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കീഴിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. മുമ്പാണെങ്കിൽ എന്ത് വരും? മുമ്പാണെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പുറത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കുന്നത് സസ്പീഷ്യസ് ആണെന്ന് വന്നിട്ട് ഒരാൾ ഹർജി കൊടുത്താൽ CBI വരും, ED വരും, ബാക്കി സെൻട്രൽ ഏജൻസികൾ വന്ന് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് ഇത് ശരിയാണെന്ന് തെളിഞ്ഞാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും. അങ്ങനെ 19,000-ലധികം ലൈസൻസ് ഇതിനോടകം റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ നാട്ടിൽ. ഒരുപാട് ഫണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഈ മതം മാറ്റത്തിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കപ്പെടുന്നത്. അതുകൂടി ക്രിസ്ത്യാനികളും മറ്റ് ആൾക്കാരും തിരിച്ചറിയണമെന്ന് ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടാണ് മറ്റു ആൾക്കാരെന്ന് പറഞ്ഞെന്നറിയാമോ? ഈ ക്രിസ്ത്യാനികൾ വലിയ രീതിയിൽ ബഹളം വെക്കുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഇതിപ്പോ ഒരു മുസ്ലിം പണ്ഡിതനാണ് ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഞങ്ങൾക്കെതിരാണ് ഇവർ ഈ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യോ? പകരം നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ഫണ്ട് കൊണ്ടുവരുന്നത് എന്തിനാന്നൊക്കെ നമുക്കറിയാവുക. PFID ഇവിടെ നിന്ന് കുറെ പിടിച്ചുകൊണ്ട് പോയതാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ വലിയ പൊട്ടിത്തെറികളും കാര്യങ്ങളൊന്നും നടക്കാത്തത്. ആകെ പൊട്ടിത്തെറിക്കുന്നത് ബോംബുണ്ടാക്കുന്നതിന്റെ ഇടക്ക, അല്ലാത്ത വേറൊന്നും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിൽ പറയും. ഇത് തന്നെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് എന്തെങ്കിലും BJP കൊണ്ടുവരുന്നുണ്ടോ? ഈ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? ഈ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് ഇവരെ ഇളക്കി വിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫണ്ട് അവർക്ക് വരുന്നത് അനധികൃതമാണ് എന്നത് തെളിയിക്കുന്നത് കൂടെയാണ് ഇവരുടെ ഈ നിലവിളികൾ. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലെന്നുണ്ടെങ്കിൽ ഇത് ലീഗലി ഫണ്ട് സ്വീകരിച്ചിട്ട് ഒരു വീട് പണിയാനായിട്ടാണ് ഞങ്ങൾ ഫണ്ട് സ്വീകരിക്കുന്നത്, ഞങ്ങൾ വീട് പണിത് കൊടുത്തു എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു മതനേതാവിന് ഇത്രയ്ക്ക് വിരൽ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ആകെ ഈ അമെന്റ്മെന്റ് പ്രകാരം ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ ഒരാൾ കോടതിയിൽ ഹർജിയുമായിട്ട് പോയി സസ്പീഷ്യസ് ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷിച്ച് തെളിയിച്ച് പിന്നെ ലൈസൻസ് റദ്ദാക്കുക എന്നൊരു സംഭവം ഇല്ലാതെ നേരിട്ട് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അന്വേഷിച്ച് ഉടനെ തീർപ്പാക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒരു കുഴപ്പങ്ങളുമില്ല. ആകെ കുഴപ്പമുള്ളത് അസറ്റുകൾ കണ്ടുകെട്ടാനുള്ള ഒരു വകുപ്പും കൂടി ഉൾപ്പെടുന്നുണ്ട്. അതായത് ഒരു സംഘടന അനധികൃതമായിട്ടാണ് ഫണ്ട് വാങ്ങുന്നത്, വാങ്ങിച്ചിട്ട് ആ ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കുകയും അതിൽ ഭാരവാഹികളായിട്ടുള്ള ആളുകൾക്ക് നിയമ നടപടി നേരിടുന്ന രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും അത് വെച്ച് ഉണ്ടാക്കിയ കെട്ടിടമായിക്കോട്ടെ, ഈ പറയുന്ന ട്രസ്റ്റ് ആയിക്കോട്ടെ, ഈ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം സർക്കാരിന് കണ്ടുകെട്ടാനായിട്ടുള്ള ഒരു അനുവാദമുണ്ട്. ഇപ്പൊ നമുക്കറിയാം EDയുടെ കേസിൽ ED പിഴ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. പിഴ കൊടുക്കാനായിട്ട് ആൾക്കാരുടെ കയ്യിൽ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്ന് പറയുന്ന ഒരു സംഗതിയിലാണ് ED അവസാനിക്കുക. അതുപോലെ തന്നെ ഒരു അതോറിറ്റിയാണ് FCRA, വിദേശ ഫണ്ടുകൾ നിയന്ത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. ഇത് ക്രിസ്ത്യാനികൾക്കെതിരാണെന്ന് പറയുന്നത് പച്ച നുണയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നും കൂടി അറിയാമോ? ഓൾറെഡി വിദേശ ഫണ്ടുകൾ സ്വീകരിച്ച കുറച്ച് പേർക്ക് ലൈസൻസ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? കുറച്ച് പേരുടെ പേരുകൾ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫണ്ട് നിയന്ത്രണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്.
ഹർഷ് മന്ദർ ഇദ്ദേഹത്തിന്റെ സന്നദ്ധ സംഘടനയായ അമാൻ ബിരാദരി വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് CBI FIR രജിസ്റ്റർ ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ വീട്ടിലും ഓഫീസിലും പരിശോധന നടത്തുകയും ചെയ്തു. കൂടാതെ കാർവാനി മൊഹബത്ത് എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. സോനം വാങ്ചുക് ലഡാക്കിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായി ഇദ്ദേഹത്തിന്റെ സംഘടനയുടെ FCRA ലൈസൻസ് സർക്കാർ റദ്ദാക്കി. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി വിദേശ ഫണ്ട് ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് ഈ നടപടി. ആംനസ്റ്റി ഇന്ത്യ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നാരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ജോർജ് സോറോസ് ഇദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഓഫീസുകളിൽ വിദേശ വിനിമയ ചട്ടലംഘനം ആരോപിച്ച് ED റെയ്ഡ് നടത്തി. ഈ പറഞ്ഞതിലെ 1-2 പേരുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരാള് ജോർജ് സോറോസ്, ഒരാള് സോനം വാങ്ചുക്. സോനം വാങ്ചുക് ആരാണ്? സോനം വാങ്ചുക് ലഡാക്കിൽ കലാപം നടത്തിയ ഒരു കലാപകാരിയാണ്. അദ്ദേഹം ഓൾറെഡി ജയിലിനകത്താണ്. എങ്ങനെയാണ് അദ്ദേഹം കലാപം നടത്തിയത്? ഇദ്ദേഹത്തിന്റെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ട് അതിന്റെ ബലത്തിലാണ് കലാപം നടത്തിയത്. ഈ ജോർജ് സോറോസ് സാറിന്റെ പല ഫണ്ടുകളും ക്രിസ്ത്യൻ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വഴിയാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് എന്നാണ് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരു വിവരം. അത് ശരിയാണോ? എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ട് ഇത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികൾക്കെതിരെയല്ല, സോറോസ് സംഘങ്ങളുടെ പണം വാങ്ങി പ്രവർത്തിക്കുന്ന ചില സംഘടനകൾക്കെതിരെ മാത്രമാണ് FCRC അമെന്റ്മെന്റ് വരുന്നത്. അവര് മാത്രം പേടിച്ചാൽ മതി. ഇതൊന്നും നമ്മളെ പേടിപ്പിക്കുന്ന സംഗതിയല്ല. ഇനി ഈ അമെന്റ്മെന്റ് വരുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് നടന്നോട്ടെ, നമ്മൾ ഇതൊന്നും നോക്കാൻ പോകണ്ട എന്നാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മൗനം നിങ്ങളുടെ അടിവേരും ഇളക്കിക്കൊണ്ടേ പോവുള്ളൂ. കാരണം ഇത്ര കാലം വിദേശ ഫണ്ടുകൾ ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാവപ്പെട്ടവർ ഇവിടെ ഉണ്ടാകില്ല. നിങ്ങളൊന്ന് നോക്കിക്കേ, നിലവിൽ എത്ര പാവപ്പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട്? ഒരുപാട് പേരുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ദാരിദ്ര്യം കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചത്. അതിന്റെ അർത്ഥം ഈ സംഘടനകൾ ഒന്നും ഇവിടെ വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഈ പേരിൽ ഇവർക്ക് ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ടൊക്കെ എങ്ങോട്ട് പോകുന്നു? ഈ ഫണ്ടെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് പോകുന്നു. സോറോസ് സംഘങ്ങളുടെ വലിയൊരു ഡ്രീമാണ് BJP-നെ തട്ടിമറിച്ചിട്ടിട്ട് രാഹുൽ ഗാന്ധിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കണമെന്നുള്ളത്. അത് അദ്ദേഹം നടത്തുന്നത് ഇത്തരത്തിൽ ഫണ്ട് ഈ സംഘടനകളിലൂടെയൊക്കെ ഇങ്ങോട്ട് കടത്തി വിട്ടിട്ടാണ്. ഓൾറെഡി കേസ് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെയും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള സംഗതിയാണ്. ഇതൊക്കെ സ്റ്റേറ്റ് തന്നെ കൈകാര്യം ചെയ്താൽ പോരെ? ഇപ്പൊ കേരളത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്താൽ പോരെ? എന്തിനാ ഇതിൽ കേന്ദ്രം ഇടപെടുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, സ്റ്റേറ്റിന് സ്വന്തമായിട്ട് ഇന്റലിജൻസ് സംവിധാനം ഉണ്ടോ? ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകളെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നത് കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം സ്റ്റേറ്റിനാണോ സെൻട്രലിനാണോ ഉള്ളത്? ഈ പറയുന്ന റോ അടക്കമുള്ള ഏജൻസികൾ സെൻട്രലിന്റെ കയ്യിലാണുള്ളത്. ഏത് ഫണ്ട് എങ്ങോട്ടേക്ക് വരുന്നു, അത് ആര് വഴി വരുന്നു, ഇത് എങ്ങോട്ട് പോകുന്നു, എന്താണ് പ്ലാൻ, ഇതെങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ചെയ്യാനും ഫുൾഫിൽ ചെയ്യാനും പറ്റുന്നത് കേന്ദ്രത്തിന് മാത്രമാണ്. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ അനാവശ്യമായിട്ടാണ്. രണ്ടാണ് ലക്ഷ്യം. ലക്ഷ്യം ഒന്ന്, ക്രിസ്ത്യാനികളുടെ വോട്ട് NDA BJP-ക്ക് ഉണ്ടാകാൻ പാടില്ല. FCRA നിയമം ക്രിസ്ത്യാനികൾക്ക് എതിരാണെന്ന് വരുത്തി തീർത്താൽ ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത ഒരുപാട് ക്രിസ്ത്യാനികൾ ഇവർ നമുക്ക് എതിരാണല്ലോ എപ്പോഴും ഓരോന്നും ചെയ്യുന്നത്, നമ്മൾ ഇനി UDF-നെ തന്നെ കുത്തിയേക്കാം അല്ലെങ്കിൽ LDF-നെ കുത്തിയേക്കാം എന്ന് ചിന്തിക്കും. ആ ചിന്ത ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഭയമാണ്. സോറോസ് സംഘങ്ങളുടെ ഒക്കെ ഫണ്ട് ഇനി ഇങ്ങോട്ട് മേടിക്കാൻ പറ്റില്ല. ഫണ്ട് കൊടുത്തിട്ട് കുറെ ആൾക്കാരെ ക്രിസ്ത്യാനികളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഫണ്ട് കൊടുത്തിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ വ്യാപകമായി ചെയ്തു എന്നതിന്റെ പേരിൽ ഒരുപാട് മുസ്ലിം സംഘടനകൾ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മളും ഇനി പൂട്ടപ്പെടുമോ? നമ്മളിപ്പം സഭയുടെ പേരിൽ വിശ്വാസികളെ പറ്റിച്ചൊക്കെ, ഞാൻ അങ്ങനെ തന്നെ പറയും കേട്ടോ, ഉണ്ടാക്കി വെച്ച സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം കേന്ദ്രം കൊണ്ടുപോകുമോ എന്ന ഭയമാണ് ഈ പറയുന്ന എല്ലാ കരച്ചിലിന്റെ പുറകിൽ. നമുക്കറിയാം, സന്യാസം എന്നും പറഞ്ഞുകൊണ്ട് ഈ പുരോഹിതന്മാരെല്ലാം സ്റ്റാർ ക്ലാസ് ലൈഫാണ് ഇവിടെ ജീവിക്കുന്നത്. എവിടെ നിന്നാണ് ഇതിനുള്ള ഫണ്ട്? കേരളത്തിലെ ക്രിസ്ത്യാനികൾ എല്ലാവരും കാശുകാരായിരുന്നെങ്കിൽ ഒരാളും തന്നെ BPL കാർഡുമായിട്ട് ഇവിടെ ജീവിക്കേണ്ടി വരില്ല. അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അപ്പൊ എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട് വരുന്നത്? എന്തിനാണ് ഇവർ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മതം മാറ്റാൻ പോകുന്നുണ്ടോ? നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഈ സംഘടനകളെയാണ്. ഇവരെല്ലാം പ്ലാൻ ചെയ്യുന്നത് ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. നാളെ വഖഫ് ബോർഡ് നിങ്ങളുടെ വീടിന്റെ പടിക്കൽ വന്നാൽ ഇവരിടപെടില്ല. നാളെ മതപരമായ ഒരു കലാപം ഉണ്ടായാൽ ഇവരിടപെടില്ല. ഫണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുമ്പോൾ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചാൽ പോലും ഇവരിടപെടില്ല. നഷ്ടം നിങ്ങൾക്ക് മാത്രം. ഇവരെ വിരളി പിടിക്കുന്നത് ഇവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രാഷ്ട്രവിരുദ്ധമായ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടെന്ന ഉറപ്പ് ഇവർക്കുള്ളത് കൊണ്ടാണ്. തീർച്ചയായും കേന്ദ്രം ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ പോകുന്നില്ല. രാജ്യം സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ വിദേശത്ത് നിന്നും രാജ്യത്തെ തകർക്കാനായിട്ടുള്ള ഫണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ ദുരന്തർ 2 എന്ന സിനിമ ഒന്ന് കണ്ടാൽ മതി. അതൊന്ന് കണ്ടിട്ട് ഒന്ന് പറയൂ. ഞാൻ അതിനെപ്പറ്റി റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഈ നിയമത്തെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ട് ഉണ്ടോ അതെല്ലാം താഴെ കമന്റ് ചെയ്യുക. കുറച്ചും കൂടി വിശദമായിട്ട് ഇത് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവതരിപ്പിക്കാം, യാതൊരു പ്രശ്നവുമില്ല. ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ മോട്ടീവ്, അല്ലാതെ വേറെ ഒരു മോട്ടീവും ഇല്ല. നമ്മളെ പറ്റിച്ചാണ് ഇവർ ഇത്രയും കാലം ഭരിച്ചതെങ്കിൽ ഇനിയും മണ്ടന്മാരാകരുത് എന്ന കാര്യത്തിൽ നമുക്കൊരു ബോധം വേണ്ടേ? പ്രബുദ്ധർ എന്ന് നമ്മളെ ഇങ്ങനെ പൊക്കി വെച്ച് ഇവർ വഞ്ചിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ പ്രബുദ്ധരാണ് നമ്മളൊന്ന് തെളിയിക്കാൻ ഈ മനസ്സിലാക്കലുകൾ അത്യാവശ്യമാണ്. അപ്പൊ തീർച്ചയായും FCRA നിയമം ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് പറയുന്നവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. എന്നിട്ട് അവരോട് തർക്കിക്കൂ, എവിടെയാണ് ക്രിസ്ത്യാനികൾക്ക് കുഴപ്പമുള്ള രീതിയിൽ ഈ നിയമത്തിൽ ഒരു ഭേദഗതി ഉള്ളത് കാണിച്ചു തരൂ എന്ന് അവരോട് പറയും.